നിയമിച്ചു. എന്തിന്? മുൻ നിയമിച്ചവരെ. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആ വാക്കൊന്ന് കേട്ടോണേ. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. സ്വരൂപം എന്ന് പറഞ്ഞ തനി രൂപം. അവന്റെ തനി രൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. ആദ്യത്തെ പ്രയോഗം കൂടെ പറഞ്ഞാൽ അവന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. വേഗം മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ, കണ്ടാൽ അവൻ ചേട്ടൻ നമ്മൾ അനിയൻ എന്ന് പറയണം. ഒറ്റ നോട്ടത്തിന് കണ്ടാൽ നോക്കിയാ ഉടനെ അയാളുടെ അനിയൻ, യേശുവിന്റെ അനിയനല്ലേ എന്ന് ചോദിക്കണം, അല്ലെ യേശുവിന്റെ പെങ്ങളല്ലേ എന്ന് ചോദിക്കണം. അത്രയ്ക്ക് സാദൃശ്യം ഒറ്റ നോട്ടത്തിലുണ്ടാവണമെന്ന്. അതല്ലേ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. റൈറ്റ്. അപ്പൊ അതാണ് നമ്മുടെ വിളി. ഞാൻ ഈ വാക്യത്തിലേക്ക് വരട്ടെ. ഇവിടെ പറയുകയാണ്, ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശു ആദ്യ ശിഷ്യന്മാരെ വിളിച്ചപ്പോഴേ മത്തായി 4:19 എന്താ പറഞ്ഞത്? എന്നെ അനുഗമിപ്പീൻ എന്നല്ലേ പറഞ്ഞത്. ഫോളോ മീ. ഫോളോ എന്ന് പറഞ്ഞാൽ പുറകെ വരിക എന്ന് മാത്രമല്ല. പൗലോസ് അപ്പോസ്തലൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകും. ആസ് ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ് യു ബി ഫോളോവേഴ്സ് ഓഫ് മീ. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കും, അതുപോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാണ്. അപ്പൊ ശരിക്കും അനുകരിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല മാതൃക, ദൈവം കൊണ്ടുവന്ന മാതൃക യേശു ക്രിസ്തുവാണ്. തെറ്റില്ലാതെ ജീവിക്കണോ? യേശുവിനെ നോക്കണം. ബാക്കി എവിടെ നോക്കിയാലും സ്വല്പം തെറ്റും കുഴപ്പമൊക്കെ കണ്ടുവന്ന് വരും. ഒരു തെറ്റുമില്ലാതെ ജീവിക്കാൻ ദൈവം ജഡമെടുത്ത് ഒരു മനുഷ്യനെ ഭൂമിയിൽ കൊണ്ടുവന്നു. അവിടുത്തെ പേരാണ് യേശു ക്രിസ്തു. യേശുവിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഒന്ന് നാണിക്കേണ്ട കാര്യമുണ്ടോ? യേശുവിൻ്റെ ജീവിതത്തിൽ ഏത് കാര്യം എടുക്കും, ഏതെങ്കിലും എടുത്തിട്ട് നാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലാന്നേ, ഇല്ല. തറപ്പിച്ച് പറയാ ഇല്ല. എന്നാലേ നമ്മുടെ രാജ്യത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചു, മതങ്ങളൊക്കെ പഠിച്ചില്ലേ. ഇന്ന് ആ മതത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് നാണക്കേടാണ്. ഇപ്പം ആരും പറയത്തില്ല. പഴയ പാഠങ്ങൾ അവർ പറയത്തില്ല. ആ പാഠങ്ങൾ അവർ യേശുവിന്റെ പാഠമെടുത്ത് വെച്ച് ഇന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അവരുടെ മത നേതാവ് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നൊരു നാണക്കേട്. റിയലി ഞാൻ എല്ലാം തെളിച്ച് പറയുന്നില്ലെന്ന് മാത്രം, മറ്റാരെയും വിമർശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നുള്ളത് കൊണ്ട് തെളിച്ച് പറയുന്നില്ല. അതേസമയം യേശു ചെയ്ത ഏത് കാര്യവും ഏത് കാലത്തും പറഞ്ഞാൽ നാണമില്ലാതെ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാ, യേശു ചെയ്തത് മുഴുവൻ ശരി. നിങ്ങൾക്ക് ശരിയായിരിക്കണോ? യേശുവിനെ പിൻപറ്റൂ. ഇഫ് യു വാണ്ട് ടു ബി റൈറ്റ്, ആബ്സല്യൂട്ട്ലി റൈറ്റ്, ഫോളോ ക്രൈസ്റ്റ്. ആമേൻ. You follow Christ, you will be right. തെറ്റില്ലാതെ ജീവിക്കണമോ? യേശുവിനെ പോലെ ജീവിക്കണം. സ്വർഗത്തിൽ പോണോ? യേശുവിനെ പോലെ ജീവിക്കണം. ക്രിസ്തു യേശുവിനുള്ള ഭാവം ഞാൻ അല്പം ഒന്ന് പറയട്ടെ. ഭാവം എന്ന് പറഞ്ഞാൽ മനോഭാവം. Let this mind, let this attitude be in you. എന്താണ് നമ്മിൽ ഉണ്ടാകേണ്ട മനോഭാവം? മനോഭാവമാണ് പ്രധാനം. കുറെ പ്രവൃത്തികളല്ല പ്രധാനം അതിൻ്റെ പിന്നിലെ മനോഭാവമാണ്. സാധാരണഗതിയിൽ എനിക്ക് ദൈവം ഈ ചില നേതൃത്വമൊക്കെ തന്നപ്പോഴേ എനിക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ ഒരു ഭാഗം ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സ് നോക്കുക എന്നുള്ള. അവരുടെ പ്രവൃത്തിയല്ല എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒത്തിരി നാൾ ആളുകളെ നോക്കുകയും വേണ്ട, സ്വല്പം നേരം നോക്കിയിരുന്ന് സ്വല്പം ഒന്ന് വാച്ച് ചെയ്താൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവം ഒരു കൃപ തന്നു. ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം ശരിയാവും. ആറ്റിറ്റ്യൂഡ് ശരിയല്ലാത്തവൻ കുറേ നല്ല കാര്യം ചെയ്തുകൊണ്ടൊന്നും ശരിയാവില്ല. സമയം വരുമ്പോ തനി സ്വഭാവം കാണിക്കും. അറിയില്ലേ, ഒത്തിരി ആളുകൾ പറയാറില്ലേ, ഞാൻ എൻ്റെ തനി ഗുണം കൊടുക്കുന്നു. ആ പറഞ്ഞതിന്റെ അർത്ഥം സാധാരണ കാണുന്ന തനി സ്വഭാവം അല്ല, പിന്നെ ഇങ്ങനെ പോളിഷ്ടൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുകയാണ്. പിന്നെ അവസരം വരുമ്പോഴാണ് എൻ്റെ തനി സ്വഭാവം വരുന്നത് എന്നല്ലേ അവർ പറയുന്നതിന്റെ അർത്ഥം. ആമേൻ. ഇവിടെ let there be a basic change in our attitude. മനോഭാവത്തെയാണ് ബാധിക്കുന്നത്. മനോഭാവം ബാധിക്കപ്പെട്ടാൽ എല്ലാം ബാധിക്കപ്പെടും. യേശുവിനെ ഒന്ന് നോക്കാം. ജഡമെടുത്ത യേശുവിനെ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ മനുഷ്യനായ യേശുവിനെയാണ്, വലിയ ദൈവമായ യേശുവിനെ അല്ല. യേശു ഭൂമിയിൽ വന്നപ്പോൾ
സാധാരണക്കാരിൽ സാധാരണക്കാരനല്ലായിരുന്നോ? ഏറ്റവും അത്രയും ഒരു സാധാരണക്കാരൻ ഭൂമിയിൽ നിന്ന് വേറെ ഉണ്ടോ? നമ്മുടെ കൂട്ടത്തിലുണ്ടോ അത്രയും ഒരു സാധാരണക്കാരൻ? നമുക്ക് അത്രയും സാധാരണ ആവാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് എന്തൊക്കെയോ ഇച്ചിരി പൊങ്ങച്ചങ്ങള്, എത്ര ആയാലും ഉള്ളതിനേക്കാൾ ഇച്ചിരി കൂടുതലേ നമ്മളെപ്പോഴും പറയത്തുള്ളൂ. എല്ലാ മനുഷ്യന്റെയും പ്രശ്നം, ഒരാളുടെ പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നം. അവിടുത്തേതോ ഉള്ളത് മുഴുവൻ ഒഴിച്ച്, നല്ല പറയുന്നത് he emptied himself, മൊത്തം ഒഴിച്ചിട്ട് വന്ന അവിടുന്ന് വേറൊരു സാധാരണക്കാരൻ. അപ്പൊ യേശുവിനെ പോലെ ആവുക എന്നുള്ളത് ഒരു ആബ്സല്യൂട്ട് പോസിബിലിറ്റിയാണ്, സമ്പൂർണമായി സാധ്യമായ ഒരു കാര്യമാണ് യേശുവിനെ പോലെ ആവുക എന്നുള്ളത്. യേശുവിന്റെ ജീവിതത്തിലെ അല്പകാര്യം ഞാനെന്ന് പറയാം. ഇവിടെ പറഞ്ഞില്ലേ, അവൻ തന്നെത്താൻ താഴ്ത്തി. അവിടുത്തെ താഴ്ചയെ കുറിച്ച് ഞാൻ ഇച്ചിരി പറയുകയാണ്. പിന്നെ യേശുവിന്റെ സ്വഭാവം ഉള്ളവർക്കല്ലേ യേശുവിന്റെ കൂടെ പോകാൻ പറ്റുള്ളൂ, ആണല്ലേ? ഞാൻ പറയുന്ന തത്വം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ സ്വഭാവവുമായിട്ട് കുറെ പൊരുത്തപ്പെടുന്നവരോടുകൂടെയല്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. തമ്മിൽ ഷാർപ്പ് കോൺട്രാസ്റ്റ് ആണ്. സ്വഭാവങ്ങൾ തമ്മിൽ ഒരു പൊരുത്തം ഇല്ലെങ്കിൽ ഒന്നിച്ച് പോകാൻ പറ്റുമോ? എത്ര കുടുംബങ്ങളിൽ പ്രശ്നമാണ്. എല്ലാം ഒന്നിച്ച് പങ്കിട്ട് ജീവിക്കുന്ന ഒത്തിരി ഒത്തിരി കുടുംബങ്ങളിൽ പ്രശ്നമാണ്. കാരണം സ്വഭാവത്തിലുള്ള വ്യത്യാസം. കുടുംബങ്ങളിൽ മാത്രമാണോ? എങ്ങോട്ട് പോയാലും നിങ്ങൾ ആരോടെങ്കിലും കൂട്ടുകൂടിയാൽ നിങ്ങൾക്ക് തമ്മിൽ കുറെ കോമൺ സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് കൂട്ടുകൂടുന്നത്. കോമൺ സ്വഭാവം ഇല്ലാത്ത ആരോടും നിങ്ങൾ കൂട്ടുകൂടില്ല. ഇത് യേശുവിൻ്റെ കൂടെ മൊത്തം അങ്ങ് താമസിക്കേണ്ടതല്ലേ? മൊത്തം താമസിക്കേണ്ടതാകുമ്പോഴേ എല്ലാം ഇഷ്ടപ്പെടണ്ടേ? വേണ്ടേ? അങ്ങനെ ഒരു പൊരുത്തം വേണം. അങ്ങനെയാണെങ്കിലേ യേശുവിന്റെ സ്വഭാവം ഇല്ലാത്ത ആർക്ക് യേശുവിൻ്റെ കൂടെ പോയി താമസിക്കാൻ പറ്റില്ല. ഇവിടെ വെച്ചാണ് സ്വഭാവം രൂപാന്തരപ്പെടേണ്ടത്, മനോഭാവം ഉണ്ടാകേണ്ടത്. അതിൽ ഇച്ചിരി കാര്യങ്ങളാണ് ആ ജഡം എടുത്ത ക്രിസ്തുവിനെയാണ് ഞാനൊന്ന് ചൂണ്ടിക്കാട്ടാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, യേശുവിന് ഭൂമിയിൽ വന്നപ്പോൾ ഏത് കുടുംബത്തിൽ വേണമെങ്കിലും പറക്കാമായിരുന്നു. നമ്മളെപ്പോലെ ഒരാളല്ല യേശു. അപ്പൻ്റെയും അമ്മയുടെയും ഇഷ്ടത്താൽ ജനിച്ചവനല്ല യേശു. നിങ്ങൾക്കോ എനിക്കോ ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലരും വേറെ വീട്ടിൽ ജനിച്ചേനെ. നമുക്കതിന് റൈറ്റ് ഇല്ലായിരുന്നു. അവിടത്തേക്ക് അതിന് അവകാശം ഉണ്ടായിരുന്നു. ഏത് വീട്ടിൽ വേണേലും ജനിക്കാം. പക്ഷെ അവൻ തെരഞ്ഞെടുത്ത വീടാണ് ഏതാണ്? ഒരു കൂലിപ്പണിക്കാരന്റെ വീടല്ലേ യേശു തെരഞ്ഞെടുത്തത്? ഞാൻ നാടൻ മലയാളത്തിലൊക്കെ പറയാം. ഒരു തച്ചന്റെ വീടെന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരന്റെ വീട്ടിലാണ് യേശു ജനിച്ചത്. ആർക്കെങ്കിലും തിരിഞ്ഞോ അവൻ കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ ജനിച്ചെന്ന്? നക്ഷത്രം കണ്ടവൻ രാജാവ് പിറന്നവനെ അന്വേഷിച്ചു വന്നു, രാജാവിനെ അന്വേഷിച്ചു വന്നു. രാജാവിനെ സ്വാഭാവികമായി എവിടെ അന്വേഷിക്കണം? കൊട്ടാരത്തിൽ അന്വേഷിക്കണം. നക്ഷത്രം വഴി കാണിച്ചെങ്കിലും ബുദ്ധി ഇടയ്ക്ക് കയറി വന്നു. ബുദ്ധി ഇടയ്ക്ക് കയറി വന്നപ്പോൾ അവൻ രാജകൊട്ടാരത്തിൽ കയറി ചെന്നു. രാജകൊട്ടാരത്തിൽ അവനെ കാണാൻ പറ്റിയില്ല. കാരണം അവൻ രാജാവായി പിറന്നവനാണെങ്കിലും അവൻ തച്ചന്റെ വീട്ടിൽ പിറന്നു, ആശാരിയുടെ വീട്ടിൽ പിറന്നു. പിറന്നത് മാത്രമാണോ? യേശു അത്ഭുതം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഭയങ്കര അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി. അപ്പോഴും ഒരു കൂട്ടരെ വിളിക്കുന്നത് എന്താണ്? കുറച്ചുപേര് ഗുരു, കർത്താവേ, യജമാനനെ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും ഇഷ്ടമില്ലാത്ത കുറെ ആളുകളുണ്ടല്ലോ. അവരെന്താ പറഞ്ഞ്? ദേണ്ട വരുന്നു ആശാരി ചെറുക്കൻ. ജോസഫിന്റെ മാവൻ വരുന്ന കണ്ടില്ലേ? അയ്യോ ഇയാള് വലിയ ആളാവാൻ എന്തോന്ന്? ഇയാളെ പെങ്ങന്മാരെ നമുക്കറിയില്ലേ? ഇയാളെ സഹോദരന്മാരെ നമുക്കറിയത്തില്ലേ? ഇയാളെന്താ ഇത്ര മൂക്കാൻ എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ നില്ലടാ അവിടെ, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞോ? ഇഷ്ടക്കേട് കാണിച്ചോ? തച്ചൻ എന്ന് വിളിച്ചപ്പോ നിനക്കൊക്കെ അറിയാമോടാ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. സ്തോത്രം.